നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പണം, താൻ സ്വയം നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ സാബു എന്ന ഒരു സാധാരണ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിൽ അതീവ ഗുരുതരമായി നമ്മൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരാതി പറയാനായിട്ട് പാർട്ടിയുടെ CPIM-ൻ്റെ ഏരിയ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ അദ്ദേഹം കാണിച്ചു തരാം എന്നൊക്കെയുള്ള രീതിയിൽ ഭീഷണി മുഴക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 35 ലക്ഷത്തോളം രൂപ ഒരായുസിൻ്റെ തൻ്റെ അധ്വാനിച്ച തുകയാണ് ആ ബാങ്കിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപകരെല്ലാവരും ഒരുമിച്ചെത്തി നിക്ഷേപം പിൻവലിച്ചാൽ ആ ബാങ്കിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ചില സഹകരണ ബാങ്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള പണ ഇടപാടുകൾ, ഇല്ലാത്ത ലോണുകളുടെ പേരിൽ ഒരുപാട് ആളുകളുടെ പേരിലേക്ക് ലോണുകൾ എഴുതിയെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങൾ വെച്ചിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ കട്ടപ്പന സഹകരണ ബാങ്കിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ തന്നെയും നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള നിക്ഷേപകരുടെ പണത്തിൻ്റെ സുരക്ഷിതത്വം അത് ആർക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് സഹകരണ ബാങ്കുകളെ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന് തന്നെയുള്ള ആളുകളെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്ത് നാഷണലൈസ്ഡ് ബാങ്കുകളെ പോലെ അത്ര കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി ചെന്ന് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ വരെയൊക്കെ ഈടില്ലാതെ തരാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സഹകരണ ബാങ്കുകളെ തട്ടിപ്പിൻ്റെ വേദിയാക്കി മാറ്റിയത് അത് ആർക്കു വേണ്ടിയിട്ടാണ് എന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഇന്നലെ നടന്നിരിക്കുന്ന സംഭവം, കാരണം അവിടുത്തെ സ്റ്റാഫുകൾ ബാങ്കിലേക്ക് പണം ചോദിച്ചു, അതായത് തൻ്റെ സഹോദരിയുടെ ചികിത്സാ ചെലവിനായി 2 ലക്ഷം രൂപ ചോദിച്ചെത്തിയ സാബുവിനെയാണ് ആ ബാങ്കിൻ്റെ ജീവനക്കാർ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. CPM-നെ സംബന്ധിച്ച് CPM ജനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് മുമ്പിലുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. എങ്ങനെ നോക്കിക്കാണുന്നു കട്ടപ്പന സഹകരണ ബാങ്കിലെ സംഭവത്തെ? കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിൽ മാത്രമല്ല, കേരളത്തിൽ മിക്കവാറും സഹകരണ ബാങ്കുകളിലെല്ലാം ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പാണ് അരങ്ങേറിയത്. വലിയ തട്ടിപ്പ് അരങ്ങേറി. ഒരുപാട് ആളുകൾ അതിൻ്റെ രക്തസാക്ഷികളായി ഇപ്പോൾ ജീവിക്കുന്നവരുണ്ട്. 8 പേര് മരിച്ചു പോയിട്ടുണ്ട്. പലരും തലസമയത്ത് അവിടെ പണം നിക്ഷേപിച്ച് അതിൽ നിന്ന് തിരിച്ചു കിട്ടാതിൻ്റെ പേരിൽ ചികിത്സക്ക് പണമില്ലാതെ മരിച്ചുപോയ കേസുണ്ട്. നമുക്കറിയാം അതൊക്കെ. 3-3.5 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സഹകരണ തട്ടിപ്പുകളുടെ കഥകളാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ബാസുരാങ്കനും മകനും ചേർന്നുകൊണ്ട് ഏതാണ്ട് 90 കോടി രൂപയാണ് അടിച്ചുകൊണ്ട് പോയത്. ഇത്തരത്തിൽ കണ്ടള ബാങ്കിൽ മാത്രമല്ല, ഈ കരുവന്നൂർ മാത്രമല്ല, ഇത് അന്ന് ED-യും മറ്റ് അന്വേഷണ ഏജൻസികളൊക്കെ പറഞ്ഞിരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം 9ഓളം ബാങ്കുകളിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നാണ്. വയനാട് പുൽപ്പള്ളിയിലും ഇതുപോലെ വലിയൊരു തട്ടിപ്പ് അരങ്ങേറി. കൊല്ലം ജില്ലയിൽ ഇതുപോലെയുള്ള ചാത്തന്നൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ അരങ്ങേറി. എന്തുകൊണ്ടാണ് ഈ മന്ത്രിയും അതുപോലെ സഹകരണ വകുപ്പും ഒന്നും ഇത്തരം തട്ടിപ്പുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതകൾ ഒന്നും അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഇതിൽ മുഖ്യമായും ഈ തട്ടിപ്പിൻ്റെ ഒക്കെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് CPM ഭരിക്കുന്ന ബാങ്കുകളിലാണ് എന്നുള്ളതാണ്. മറ്റ് ബാങ്കുകളിലൊന്നും തട്ടിപ്പ് നടന്നില്ല എന്നല്ല. ഇപ്പം പുൽപ്പള്ളി ബാങ്കിൽ തട്ടിപ്പ് നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ആ കേസുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കേസുമായി മുന്നോട്ട് പോവുക, ED വരുന്നു, ED അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഈ പണം നിക്ഷേപിച്ചവർക്ക് പണം ലഭിക്കാനുള്ള മാർഗമല്ല എന്നുള്ളത് നമ്മൾ കാണണം. ഇപ്പം ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വൻതോതിലെ തട്ടിപ്പാണെന്നത്. നിക്ഷേപകർക്ക് പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല, വ്യാജമായി ഒരു 25,000 രൂപ ലോൺ എടുത്ത ആളുടെ പേരിൽ 25 ലക്ഷമൊക്കെ ലോണ് മറ്റാരോ എടുത്ത ഒരു വലിയ പരത്തെ തട്ടിപ്പ് നടക്കുന്നത്. അവർക്കൊക്കെ ജപ്തി നോട്ടീസ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം മരിച്ച സാബു വിദേശത്തും മറ്റുമൊക്കെ ദീർഘകാലമായി ജോലി ചെയ്ത് സമ്പാദിച്ച ഏതാണ്ട് 90 ലക്ഷം രൂപയായിരുന്നു അവിടെ നിക്ഷേപിച്ചത്. പിന്നെ പലപ്പോഴായിട്ട് പിൻവലിച്ച്
ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്യാവശ്യ ഘട്ടം വന്നപ്പോഴാണ് ഈ പണത്തിന് വേണ്ടി അദ്ദേഹം ബാങ്ക് കയറി ഇറങ്ങുന്നു, ബാങ്ക് ജീവനക്കാർ വളരെ മോശമായി പെരുമാറുന്നു, പണം തിരിച്ച് അതിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നതിലേക്കുള്ള പാർട്ടി വളരെ ഉത്തരവാദിത്തോടു കൂടി പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ CPM നേതാക്കന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഈ ഫോൺ കോളുകളൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ എത്ര വിചിത്രമാണ് നമ്മുടെ നാട് എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. സ്വന്തം പണം ബാങ്കിൽ പോയി, നമുക്കറിയാം സഹകരണ ബാങ്കുകളൊക്കെ നിക്ഷേപ സമാഹരണ മാസം, ഇപ്പോൾ സംഹരണ മാസം എന്ന് നമ്മളതിന് പറയേണ്ടി വരും. കാരണം നിക്ഷേപിച്ചവനെ കൊന്നുകളയാന്നുള്ളതാണ്. ഇപ്പോൾ നിക്ഷേപിച്ചവനെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പം, ഇപ്പം സിബി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സഹകരണ ബാങ്കുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം കൃഷിക്കാരനെയും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരനെയൊക്കെ യഥാർത്ഥത്തിൽ ഒരു കാലത്ത് താങ്ങി നിർത്തിയിരുന്ന സഹകരണ സംഘങ്ങളായിരുന്നു നമുക്കറിയാം. പക്ഷേ അതിൻ്റെ കെട്ടുമട്ട് മാറി. ഇപ്പം നമ്മുടെ സഹകരണ ബാങ്കുകളൊക്കെ കാണാം, വലിയ മണിമാളികകളാണ് പണിതുകൊണ്ടിരിക്കുന്നത്, വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിന്റെ പോക്ക് വളരെ കൃത്യമല്ല എന്നുള്ളത്. വലിയ ചില്ലുമേടകളൊക്കെ ഉള്ള വലിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ട് ആ ബാങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കണമെന്നില്ല. സാർ, ഇത് വേറൊരു വസ്തുത എന്താ വെച്ചാൽ, ജനാധിപത്യപരമായ രീതിയിലൊക്കെ തന്നെയാണ് ഈ ബാങ്കുകളിൽ ഭരണം നടക്കുന്നതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണ് അതിനകത്ത്, പാർട്ടി തിരിഞ്ഞ് തന്നെയാണ് അതിനകത്ത് വോട്ടിംഗ് പാറ്റേൺ വരുന്നതെങ്കിലും ചില ബാങ്കുകൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാങ്കുകളൊന്നും പാർട്ടിയുടെ നിയന്ത്രണത്തിലുമായിരിക്കില്ല. ഇതൊക്കെ ചില വ്യക്തികൾ, അതായത് ഒരു വ്യക്തി കുറെ അധികം വർഷമായിട്ട് ഒരു ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് അവിടെ ഇരിക്കും. കണ്ടല ബാങ്കിൽ സംഭവിച്ചത് വർഷങ്ങളോളം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറി മാറി വരുമ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തെ അതൊരിക്കലും മറ്റൊരു പാർട്ടിക്ക് അവിടെ കടന്നു വരാനോ, അവർ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ തന്നെ മുമ്പോട്ട് വയ്ക്കുന്ന നിബന്ധന ഇതായിരിക്കും, തങ്ങളുമായിട്ട് സഹകരിച്ച് നിന്നാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുവെങ്കിലും അവിടെയൊക്കെ ഒരു സ്വയം ഏകാധിപത്യ ഭരണം പോലെ ഒരു വ്യക്തിയുടെ ഭരണത്തിന്റെ കീഴിലായിരിക്കും, അയാൾ നിശ്ചയിക്കുന്ന ആളായിരിക്കും ബോർഡിലേക്ക് വരിക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ല, ഇപ്പൊ കരുവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ CBI അതങ്ങനെയല്ല. പാർട്ടി വളരെ കൃത്യമായിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ഉണ്ടായിരിക്കെ തന്നെ ഇവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കാനും ലോൺ കൊടുക്കാനും മറ്റൊക്കെയായിട്ട് പാർട്ടി മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്, ഒരു രഹസ്യ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അവരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? പല സഹകരണ ബാങ്കുകളിൽ സംഭവിക്കുന്നത്, അവിടുത്തെ പണം മറ്റാരൊക്കെയോ ഉപയോഗിക്കുകയും അവർ അത് മറ്റു പല വ്യവസായത്തിലും പോയി നിക്ഷേപിക്കുകയും അതുപോലെ തന്നെ ബ്ലേഡുകൾ പോലുള്ള വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നു. ഈ പണം മറ്റേതോ രീതിയിൽ മറ്റാരുടെയൊക്കെ, ഇപ്പോൾ നമുക്കറിയാലോ, കരുവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ ഒരു സതീഷിന്റെ കയ്യിലായിരുന്നു പണം മൊത്തം. അദ്ദേഹമായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. അപ്പം ഭരണസമിതിയോ ഒന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. CPM ബന്ധപ്പെട്ട ചില ഉന്നതരും പിന്നെ സഹകരണ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും. ഈ സഹകരണ വകുപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ, കൃത്യതയോടുകൂടിയാണോ കാര്യങ്ങൾ നോക്കുന്നൊക്കെ പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സംവിധാനങ്ങളൊന്നും ഫലപ്രദമായി നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയവൽക്കരണം എന്നൊരു സംഭവമുണ്ട്. ഇപ്പം സഹകരണ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ഇതിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഒറ്റ ശക്തിയാണെന്നേ. അപ്പോൾ പല സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടപ്പെട്ട ബാങ്കുകളിൽ ഇത്തരത്തിലെ തട്ടിപ്പുകൾ അരങ്ങേറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മൂടിവെക്കപ്പെടുന്നുള്ളതാണ്. നമുക്കറിയാലോ, ഇപ്പോൾ കരുവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് എന്നേ കണ്ടുപിടിച്ചതാണ്. പക്ഷെ അതൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരാൾ അതിനു വേണ്ടിയിട്ട് നിരന്തരമായി ഓഫീസുകൾക്കായി കയറി ഇറങ്ങുകയും സഹകരണ വകുപ്പിന് കത്തയക്കുകയും പരാതി അയക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഈ സംഭവങ്ങളൊന്നും ഈ വകുപ്പ് മന്ത്രിയോ സീരിയസ് ആയി എടുത്തില്ല എന്നുള്ളത് വളരെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇപ്പൊ ഇന്ന് ആ മരിച്ച സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിതുമ്പിക്കരയുന്ന കാഴ്ച കേരളത്തിലുള്ള ഒരുപാട് ആളുകളെ ഇനി കരയാനിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അത് വലിയ അപകടകരമായ അവസ്ഥയാണ്. അപ്പം സഹകരണ മേഖലയിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിലെ സഹകരണ സംഘങ്ങളെല്ലാം തകർന്നു പോകും. കാരണം ജനങ്ങൾ നമ്മുടെ കയ്യിലുള്ള പണം ഇവരുടെ വാക്ക് കേട്ട് പലിശ കിട്ടും എന്നൊക്കെ വിചാരിച്ച് അവിടെ സുരക്ഷിതമാണ് എന്നൊക്കെ നിക്ഷേപിച്ചതിന് ശേഷം ആ പണം തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിചിത്രമാണ്. ഇവിടെ പലതും. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാളൊക്കെ സഹകരണ ബാങ്കിലെ ലോണുകൾക്ക് പലിശ കൂടുതലാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് കൂടാതെ തന്നെ ഈ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന ലോണ് ഒരു 3 മാസം അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവരെടുക്കുന്ന കർശനമായ നിലപാടുകളാണ് എടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. 1 വർഷം വരെയൊക്കെ ലോണ് അടയ്ക്കാതിരുന്നാലും നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഈ 3 മാസത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. അത് ചിലരുടെ
കടങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് ഇവർ വെപ്രാളം കൊള്ളുകയും എന്നാൽ ചിലരുടെ കടങ്ങളൊക്കെ അങ്ങനെ തന്നെ അവിടെ കിടന്നുകൊള്ളട്ടെ എന്നുള്ള നയമാണ് ഈ സഹകരണ ബാങ്കുകളെ നശിപ്പിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. ഈ എന്ത് സംഭവം എന്ന് പറയുന്നത്, സഹകരണ ബാങ്കുകളിൽ എന്താ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായിട്ട് അവരുമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ലോൺ അടക്കാതിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് യാതൊരു ഈ രേഖകൾ എല്ലാം കൃത്യമായ ആവണമെന്നില്ല ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്കിലാണെങ്കിൽ വളരെ വ്യക്തമായ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഡോക്യുമെന്റുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അവർക്ക് ലോൺ എടുക്കാൻ പറ്റൂ. സഹകരണ ബാങ്കിലുണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിക്കാരനായി നിന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ലോൺ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. എത്ര ലോൺ വേണമെങ്കിലും കിട്ടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവിടുന്ന് പണം എടുത്തതിന് ശേഷം പിന്നീട് പാർട്ടിയുടെ വേദികളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കൽ പോലും പണം അടച്ചില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല നമ്മൾ ഇതിൽ കാണേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ ആകമാനം ഏതാണ്ട് 360ഓളം ബാങ്കുകളിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു, സാമ്പത്തിക അപഹരണം നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഈ നിക്ഷേപകരിൽ നിന്നും മേടിച്ച പൈസ എന്തിനു വേണ്ടി ഉപയോഗിച്ച് എവിടെയൊക്കെ പോയി എന്നതുപോലും അറിയാത്തൊരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ തട്ടിപ്പുകൾ അരങ്ങേറുന്ന ബാങ്കുകൾക്കാണ് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ജീവിതകാലം മുഴുവൻ അവരുടെ സമ്പാദ്യം മുഴുവൻ ഇവരെ വിശ്വസിച്ച് ഇത്തരം ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ട ജീവൻ പോലും അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് വരും കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് CPM-ഉം ഭരണക്കാരും ഈ സഹകരണ വകുപ്പും ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയി ഇടപെടണം എന്ന് മാത്രമല്ല ഇപ്പൊ എല്ലാ കാലത്തും പറയുന്നുണ്ട്. ഇപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് CPM എന്താണ് കുടുംബത്തിനോടൊപ്പമാണെന്ന്. സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പാർട്ടി എന്നാണ് പറയുന്നത്. സാബുവിനെ കഴിഞ്ഞ ദിവസം വരെ ഞെട്ടിക്കുകയും അവനെ ഭീഷണിപ്പെടുത്തുകയും അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്ത അതേ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ്. ഇത് PP ദിവ്യന്റെ അവസ്ഥയിൽ നമ്മൾ കണ്ടതാണ്. PP ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ PP ദിവ്യക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത അതേ പാർട്ടി തന്നെയാണ് ഇപ്പൊ ഈ മരിച്ച സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് സാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നവര്? പണം അദ്ദേഹത്തിന്റെ പണം അയാൾ വായ്പ ചോദിച്ചു പോയതല്ല, ബാങ്കിൽ വായ്പ ചോദിച്ചു പോയതല്ല. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം തിരികെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. ഇനി അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഈ ബാങ്കിൽ നിന്ന് 1 രൂപ പോലും തനിക്ക് ലഭിക്കില്ല എന്നുള്ളത് സാബുവിന് മനസ്സിലായപ്പോഴാണ് സാബു പോയി ആത്മഹത്യ ചെയ്യുന്നത്. അയാൾ എന്ത് ചെയ്യും? കഴിഞ്ഞ 1.5 വർഷക്കാലമായി അവിടെ കയറി ഇറങ്ങി അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഭീഷണിയും ഒക്കെ കേട്ട് വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ. ഈ കേരളത്തിൽ എന്തും നടക്കും എന്നും കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ തുടർ ഭരണത്തോടുകൂടി CPM നേതൃത്വവും CPM-ന്റെ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള വളരെ ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയാണ് സാബു എന്ന് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത് ചിലപ്പോൾ പറയും ഇത് കേരളമാണ്, ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയും. കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ളതാണ് ഇതിന്റെ വിചിത്രമായ സംഭവം. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ്. തങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ നിന്നുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തി അത് സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ മേൽ സഹകരണ ബാങ്കുകൾക്ക് മേൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ല ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.